നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ മാത്യു കുഴൽനാടൻ്റെ പ്രതികരണം എന്തായിരിക്കും? ഇത്തരമൊരു സംശയം പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു. ഒടുവിലിത മാത്യു കുഴൽനാടൻ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നു. ആ പോസ്റ്റിൽ കൃത്യതയോടെ തൻ്റെ നിരീക്ഷണം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഷാഫി പറമ്പിലിനെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ച് നിർത്തിയവർക്ക് നേരെയാണ് ഇവിടെ ചൂണ്ടുവിരൽ ഉയർത്തിയിരിക്കുന്നത്. മാത്യു കുഴൽനാടൻ്റെ ഈ പോസ്റ്റിന് കീഴിൽ നിരവധി കമൻറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നു. ചിലത് ശ്രദ്ധിക്കപ്പെടേണ്ടത് തന്നെ. പെൺവിഷയത്തിൽപ്പെട്ടവർക്ക് CPM പാർട്ടി നൽകുന്നത് പോലെ സംരക്ഷണ കവചം കോൺഗ്രസും തീർക്കണമെന്ന് പറയുന്നില്ല. അത് കോൺഗ്രസിൻ്റെ നിലപാടല്ല എന്നും അറിയാം. എന്നാൽ കൂടെയുള്ളൊരു സഹപ്രവർത്തകൻ വീണ് കിടക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കയറി നൃത്തം ചവിട്ടുന്ന പരിപാടി കോൺഗ്രസ് നേതാക്കൾക്ക് നിർത്തിക്കൂടെ? കാസർഗോഡ് മാന്യനായ MP കുറേ ദിവസങ്ങളായിട്ട് ഊണും ഉറക്കവുമില്ല. രാഹുൽ പെട്ടുപോയ സങ്കടം കൊണ്ടൊന്നുമല്ല. സ്വന്തം പാർട്ടിയിലെ ഒരു MLA കരകയറാൻ പറ്റാത്ത വിധത്തിൽ പെട്ടുപോയതിൻ്റെ ആഹ്ലാദവും ആവേശവുമാണ് അയാൾക്ക്. പിന്നെ കോൺഗ്രസിലെ ഒരു MLAക്ക് കവിത വഴങ്ങാത്തത് കൊണ്ട് കെട്ടിയോളെ കൊണ്ട് കവിത എഴുതിപ്പിച്ച് സായുജ്യം കൊള്ളുകയാണ് അയാൾ. പിന്നെ എഴുത്തുകാരെന്ന് സ്വയം അവകാശപ്പെടുന്ന ചിലർ ഇന്നലെ മുതൽ ഇറങ്ങിയിട്ടുണ്ട്. 5 കൊല്ലം മുമ്പ് രാഹുൽ മെസ്സേജ് അയച്ച കഥയുമായി. രാഹുൽ ചെയ്ത തെറ്റുകളെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല. നല്ല മൂത്ത സഖാക്കളടക്കം പീഡനക്കേസിൽപ്പെട്ടപ്പോൾ CPM നേതൃത്വം ന്യായീകരിച്ച് സംരക്ഷിച്ചതുപോലെ കോൺഗ്രസ് നേതാക്കളായി നിങ്ങളും രാഹുലിനെ ന്യായീകരിക്കുകയോ സംരക്ഷിക്കുകയോ വേണമെന്നില്ല. കുറച്ച് ദിവസം നിങ്ങളൊന്ന് അടങ്ങിയിരിക്കുമോ നേതാക്കളെ? നിങ്ങളുടെ വ്യക്തിവിരോധവും ഗ്രൂപ്പ് വിരോധവും തീർക്കാനുള്ള നേരമല്ല ഇതെന്ന് ഓർക്കുക. രാഹുലിൻ്റെയും ഷാഫിയുടെയും ജനപ്രീതിയിലും അവർക്ക് കിട്ടുന്ന ജനങ്ങളുടെ അംഗീകാരത്തിലും കയ്യടിയിലും CPMകാരേക്കാൾ അസൂയയും കുശുമ്പും കണ്ണുകടിയും മറ്റാർക്കുമല്ല ഉള്ളത് എന്ന് നന്നായി അറിയാം. കോൺഗ്രസിൻ്റെ ശത്രു മറ്റാരുമല്ല, കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിൻ്റെ വലിയ ശത്രു. ആദ്യം തന്നെ മാത്യു കുഴൽനാടൻ്റെ പോസ്റ്റിനടിയിൽ വന്ന ഒരുപാട് ലൈക്ക് കിട്ടിയ ഒരു കമൻറ്റ് വായിച്ചു എന്നേയുള്ളൂ. ഇനി കുഴൽനാടൻ്റെ ആ പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഞാൻ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. ഒരു സഹപ്രവർത്തകൻ്റെ വീഴ്ചയിൽ ഉള്ള വേദന പങ്കുവെച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും അധ്യായം അടഞ്ഞിരിക്കുന്നു. എന്നാൽ പാർട്ടിക്കും നമ്മൾ പ്രവർത്തകർക്കും ഈ എപ്പിസോഡിൽ നിന്നും ധാരാളം പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിൽ ധാരാളം പേരുടെ എഴുത്തുകൾ ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിൽ എൻ്റെ പാർട്ടിയോടും സഹപ്രവർത്തകരോടും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ എഴുതുന്നതിലും നന്നായി എഴുതിയത് ഇവിടെ ചേർക്കുന്നു. ഇതിലെ വിമർശനങ്ങളിൽ നിന്നും മുക്തനായി നിൽക്കുമ്പോൾ അല്ല ഞാൻ എന്ന ഉത്തമ ബോധ്യത്തോടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും വിലയിരുത്തലിനുമായി ഇത് സമർപ്പിക്കട്ടെ. തൻ്റേതെന്ന ഉറച്ച ബോധ്യത്തിൽ മിനി മോഹൻ എഴുതിയൊരു കുറിപ്പാണ് തുടർന്ന് മാത്യു കുഴൽനാടൻ പങ്കുവയ്ക്കുന്നത്. സെലിബ്രിറ്റി രാഷ്ട്രീയക്കാർ കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യങ്ങളുടെയും പ്രസ്ഥാന മൂല്യങ്ങളുടെയും വില കുറഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഈ മാറിപ്പോയ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ്. ഒരു പാർട്ടി 25ലേറെ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ചെടുത്ത ശിക്ഷാ നടപടി തന്നെ ചിലർക്ക് ദഹിക്കാനാവാതെ പോവുകയും അവർ പൊട്ടിത്തെറിച്ച പ്രതികരണങ്ങളോട് പ്രസ്ഥാനത്തിൻ്റെ നൈതിക ബലം തന്നെ ക്ഷയിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഈ വിവാദം ഒരു വ്യക്തിയുടെ തെറ്റിൽ നിന്ന് ഒരു വലിയ സംഘടന രോഗത്തിൻ്റെ ലക്ഷണമായി മാറിയത്. രാഷ്ട്രീയ പ്രവർത്തനം സെലിബ്രിറ്റികളുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അവർ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാതെ വ്യക്തികളെ സംരക്ഷിക്കുന്ന ഒരു വാണിജ്യ ചിന്തയിലേക്ക് വഴുതിപ്പോയി. ഉമ്മൻചാണ്ടിയെപ്പോലുള്ള അപൂർവ രാഷ്ട്രീയ പ്രതിഭയെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചേർത്ത് ഉപമിക്കുന്നത് പോലെയുള്ള അസംബന്ധ കാഴ്ചകൾ ഇതിൻ്റെ തെളിവാണ്. ഇത്തരം താരതമ്യങ്ങൾ ഉയരുന്നത് വ്യക്തിയോടുള്ള പ്രസക്തികെട്ട ആരാധനയുടെ അമിതവൽക്കരണമാണ്. രാഷ്ട്രീയത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തോടോ നേതാക്കളുടെ ജീവിതപരമായ അർത്ഥത്തോടോ ഇതിന് ബന്ധമില്ല. രാഹുലിൻ്റെ അതിവേഗ പതനത്തിന് ഉത്തരവാദിത്വം ചോദിക്കേണ്ടതാകട്ടെ അദ്ദേഹത്തെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് നൽകിയവരോടാണ്. അനന്തരഫലങ്ങളെ പരിഗണിക്കാതെ ആവേശപരമായ പ്രോത്സാഹനം നൽകിയവർ തന്നെ അദ്ദേഹത്തെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിരിക്കുന്നു. അറിയാതെ വളർത്തിയവർ തിരുത്തി, അറിഞ്ഞും വളർത്തിയവർ തിരുത്തേണ്ട ഘട്ടത്തിലും മിണ്ടാതിരുന്നത് പ്രശ്നത്തെ അസ്വാഭാവികമായി വളർത്തി. അതോടൊപ്പം സൈബർ മഹിളാ കോൺഗ്രസ് നേതാക്കളുടെ പങ്കും ഈ വിവാദത്തെ കൂടുതൽ ഗുരുതരമാക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. പാർട്ടി നയതന്ത്രത്തെ സമ്മർദ്ദത്തിലാക്കാതെ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അവർ ഒരു ഡിജിറ്റൽ ധൈര്യപ്രകടനം നടത്തുകയായിരുന്നു. ആക്ഷേപങ്ങളുടെ സാരമല്ല പ്രശ്നം, അത് പാർട്ടി ഘടനയിൽ നിന്ന് തെറിച്ചുപോയി. ഒരു പ്രസ്ഥാനത്തിൻ്റെ സ്കാഫോൾഡ്, അതായത് അതിൻ്റെ വിശ്വാസബന്ധങ്ങളും ആന്തരിക നീതിബോധവും തകർത്ത് മെഗാഫോൺ രാഷ്ട്രീയത്തിലേക്ക് ചാടിയതാണ്. ധൈര്യം സ്ഥാപനം സംരക്ഷിക്കാനുള്ള തീരുമാനങ്ങളിൽ നിൽക്കുന്നതാണ്. പ്രസ്ഥാനം തകർത്ത് സെലിബ്രിറ്റി പദവി നേടുക എന്നത് ധൈര്യമല്ല, ദൗർബല്യമാണ്. പ്രവർത്തകർ ഈ വർഷങ്ങളിലുടനീളം അനുഭവിച്ച നിരാശ ഇതാണ്. തലനാരിഴയിൽ നിലകൊള്ളുന്ന പ്രതിസന്ധിയിലാണ് മൊമെൻ്ററി ധൈര്യം മാത്രം ഉയർന്നു വരുന്നത്.
പ്രസ്ഥാനത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഉത്തരവാദിത്വ ബോധത്തേക്കാൾ വൈറൽ ധൈര്യത്തെയും മീഡിയയിൽ നിന്നും ഉള്ള സ്വീകാര്യതയെയും അവർ മുൻഗണന നൽകി. പാലക്കാട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തർക്കങ്ങൾ ഇന്നലെയും ഇന്നുമൊന്നുമല്ല. എന്നാൽ സൈബർ സെലിബ്രിറ്റികളുടെ വരവും പ്രവർത്തന രീതിയും ഈ പഴയ പരിക്കുകൾക്കൊരു പുതിയ അശ്ലീലതയുടെ മുഖം മൂടിക്കെട്ടി. IAS ഓഫീസർമാരും ഡോക്ടർമാരും IT പ്രൊഫഷണലുകളും ഇൻഫ്ലുവൻസർമാരും സോഷ്യൽ മീഡിയയിലേക്ക് കടന്നപ്പോൾ അവർ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളടക്കങ്ങളിലേക്കല്ല അവതരണത്തിലേക്കാണ് ചേക്കേറിയത്. ലിബറേറ്റഡ് സാംസ്കാരിക ഇടങ്ങൾ എന്ന പേരിൽ സബ്സ്റ്റൻസ് ഇല്ലാത്ത പ്രസ്താവനകൾ, പാർട്ടി പാരമ്പര്യത്തെ കളിയാക്കുന്ന പോസ്റ്റുകൾ, വ്യക്തിപരമായ ആക്രമണങ്ങൾ ഇതെല്ലാം ചേർന്ന് പ്രവർത്തകരെ അകറ്റിപ്പൊക്കി. പ്രസ്ഥാനത്തിൻ്റെ ആത്മാവിനെ ദുർബലമാക്കി ഭാവനാപൂർണമായെങ്കിലും രാഷ്ട്രീയമായി ശൂന്യമായ ഒരു ലോകത്തിലേക്കുള്ള ഈ മറുകണ്ഠം ചാടി പാർട്ടിക്ക് കൂടുതൽ മുറിവുകളും കലഹങ്ങളും കൊണ്ടുവന്നു. കാലത്തിൻ്റെ പ്രതികാരം പലപ്പോഴും മനുഷ്യരുടെ ശബ്ദത്തേക്കാൾ ശാന്തമായിരിക്കാം, പക്ഷെ അത് കൂടുതൽ കഠിനവുമാണ്. കോൺഗ്രസിൻ്റെ ആന്തരിക ശുദ്ധികലശം ഇപ്പോൾ അനിവാര്യമാണ്. ശബ്ദമേറിയ സെലിബ്രിറ്റികളെയല്ല, ഉത്തരവാദിത്തമുള്ള പ്രവർത്തകരാണ് ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭിത്തി. സോഷ്യൽ മീഡിയ ശബ്ദമല്ല, പ്രവർത്തനത്തിൻ്റെ നിഷ്ഠയാണ് ഒരു സംഘടനയെ നിലനിർത്തുന്നത്. വ്യക്തി ആരാധനയുടെ സംസ്കാരം പാർട്ടിയുടെ പാരമ്പര്യം നശിപ്പിച്ചുവെന്ന് തിരിച്ചറിയണം. പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം വിഗ്രഹങ്ങൾ കൊണ്ടല്ല നിർമ്മിച്ചത്, ആശയങ്ങൾ കൊണ്ടാണ്. ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടത് വ്യക്തികളെ രക്ഷിക്കുന്ന രാഷ്ട്രീയമല്ല, പ്രസ്ഥാനത്തെ വീണ്ടും ജീവിപ്പിക്കുന്ന രാഷ്ട്രീയമാണ്. പ്രസ്ഥാനത്തോടുള്ള വിശ്വാസം തിരിച്ചെടുക്കുക, തെറ്റുകൾ സമ്മതിച്ചുകൊണ്ട് തിരിച്ചു വരിക, ശബ്ദങ്ങളുടെ അഹങ്കാരത്തിൽ നിന്ന് വിമോചനം നേടുക, ഇവയൊക്കെയാണ് യഥാർത്ഥ ധൈര്യം. കോൺഗ്രസ് ഒരു വ്യക്തിയുടെ പേരിൽ വളർന്നതല്ല, പക്ഷേ അതിനെ തകർക്കാനായി ചിലർ അത് തങ്ങളുടെ സ്വകാര്യ അജണ്ടകൾക്കായി ഉപയോഗിച്ചു. പ്രസ്ഥാനത്തെ രക്ഷിക്കേണ്ടത് ഇപ്പോൾ തന്നെ. ഈ പ്രസ്ഥാനം തല ഉയർത്തി നിലകൊള്ളേണ്ടത് ആരാധകരുടെയും സെലിബ്രിറ്റികളുടെയും ശബ്ദത്തിലല്ല, തണുത്തതും ഉത്തരവാദിത്വപൂർവവുമായ പ്രവർത്തകരുടെ സ്ഥിരതയിലൂടെയാണ്. പാർട്ടിയുടെ പൈതൃകം തിരിച്ചറിഞ്ഞ് സ്വയം തിരുത്തി ആത്മബലം വീണ്ടെടുക്കുന്ന ഒരു പുതിയ യാത്ര തുടങ്ങേണ്ടത് അനിവാര്യമാണ്. ഇതാണ് കുറിപ്പ്. നമുക്ക് വിലയിരുത്താം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.